Hello friends. Hello friend. Welcome back to my YouTube channel. My friend. Welcome back to my YouTube channel. No. Eh? What are my two men? Two man അല്ല യൂട്യൂബ് ചാനൽ. You pen. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണ ശിവ Yeah. ഹെയർ ഓയിൽ. Yeah. ഹെയർ Yeah. ഓയിൽ. Yeah. നമുക്കൊന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ? അപ്പം ഞങ്ങളുടെ ഇവിടെ ഞാൻ മേടിച്ചതാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. പക്ഷെ ഓയിൽ കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾ അവിടെ നിന്ന് റോസ്മേരി പൊട്ടിക്കണേ ഓയിൽ ഉണ്ടാക്കാൻ. അപ്പം എനിക്കും ഒരു ടെൻഡൻസി എന്നാൽ ഞാനും ഉണ്ടാക്കിയാലോ എന്ന്. കാരണം നമ്മുടെ ഇവിടെ ഉലുവയുണ്ട്, പിന്നെ അമ്മ ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ വേപ്പില കൊണ്ടുവന്നതുണ്ട്. അപ്പം ഞാൻ വെച്ചു അന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ, എന്തായാലും ഓയിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് നിന്നിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കഴിയുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചെമ്പരത്തി, വേപ്പില, ചുവന്നുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ പച്ചവെളിച്ചെണ്ണ യൂസ് ചെയ്യാറ്, പക്ഷെ തനുവിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു നമുക്ക് വീണ്ടും ഉണ്ടാക്കിയാലോ എന്ന്. അല്ലേ ശിവ? ശിവ പൊട്ടോട്ടിട്ടുണ്ടാ? ബോയ്സ് പൊട്ടോടില്ല എന്ന് പറഞ്ഞിട്ട് ഏതേ ഒരാൾ പൊട്ട് തൊട്ടിരിക്കണേക്ക് കാട്ടിയെടുത്തേ. ഇത് ബേബി ഗേളായോ ഇപ്പോ? ബോയ് ആണ്. ബോയ്സ് പൊട്ട് തൊടില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്കിന്ന് ഒരു ഓയിൽ കാച്ചണ വീഡിയോ ആയാലോ? അപ്പം ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിരിക്കാട്ടോ ചെയ്യാനായിട്ട്. അത് പൊട്ടിച്ച് കൊണ്ടുവന്നു. ഞങ്ങൾ വർക്ക് ചെയ്യണോടത്ത് അവിടെ ഉണ്ട് ഈ ചെടി. ഹെയർ ഓയിൽ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം. പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഇത്ര അളവിൽ ഇന്നത് എടുക്കണം അങ്ങനെയൊന്നും അറിയില്ല. പ്രത്യേകിച്ച് റോസ്മേരി ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോണത്. അപ്പം നമുക്കറിയണ പോലെ ഒരു ചെറിയൊരു ഹെയർ ഓയിൽ വീഡിയോ അല്ലേ? Yes. Bye. No bye. നമുക്ക് കാണാല്ലേ വീഡിയോ ഉണ്ടാക്കുന്നത്. ബൈ. അപ്പോൾ ദേ ഇവിടെ തനുമോളും അച്ഛമ്മയും കൂടിയിട്ട് റോസ്മേരി ദേ നുള്ളിയിട്ട് ഇങ്ങനെ മാറ്റാട്ടോ. ദേ ഇതാണ് റോസ്മേരി കണ്ടോ. ഇതിങ്ങനെ നുള്ളി മാറ്റാണ് കേട്ടോ. നല്ല മണം കേട്ടോ ഇതിന്. അല്ല തന്നെ മണത്ത് നോക്കിയാ നീ? നല്ല മണല്ലേ? ഒരു ജാതിയോ നല്ല ഇത് പൊട്ടിച്ചുണ്ട് കൈ മണത്ത് നോക്കി. അപ്പൊ നല്ല മണമുണ്ട്. നമ്മ ആ തണ്ട് മുറിച്ച് കഴിയുമ്പോ വേപ്പില. വേപ്പില. ശിവയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശിവയ്ക്കും ചെയ്യണമെന്ന്. അപ്പൊ നമ്മ ശിവയ്ക്ക് എന്നിട്ട് കൊടുത്തേ വേപ്പില. വേപ്പില. ശിവ വേപ്പില. വേപ്പില. യു ഫിനിഷ്? ഓക്കെ. അപ്പോൾ അവൻ്റെ വക ചെയ്യുന്നുണ്ട്. അവന് വേപ്പില കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലൊരു സൈഡിൽ വേപ്പിലയും ഒരു സൈഡിൽ റോസ്മേരി. നിലത്തിടരുത് കേട്ടാ, പ്ലേറ്റിലിടണേ. അപ്പോൾ അവന് അറിയണ പോലെ അവൻ ചെയ്യുന്നുണ്ട്. നമ്മളതിലപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടത് ഐസായിട്ട് ഇരിക്കണേ. അപ്പോൾ നമ്മത് ഇത് വെച്ചുണ്ടാക്കിയാലും വീണ്ടും അത് കട്ടയാവും. പക്ഷെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടത് അതിനങ്ങനെ എടുത്തിട്ട് ഇത്തിരി ചൂടാക്കേണ്ടി വരും. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട വെളിച്ചെണ്ണ ഇരിക്കണത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഇവിടെ വെളിച്ചെണ്ണ ഇരിക്കുക. കാരണം ഇവിടുത്തെ തണവ് കാരണം അത് കട്ടയായിട്ട് ഇരിക്കണത്. എന്താണ് ഏട്ടാ നമ്മളിത് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചത് കണ്ട അത് നേരിയ സിമ്മിലാണ് ഞാൻ പെട്ടിരിക്കണേ. അപ്പം അതിങ്ങനെ പതുക്കെ ഇങ്ങനെ അലിയും. അപ്പം നമുക്ക് ഇത് അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്താ പറയണത് മനസ്സിലാവുള്ളൂ. സാധാരണ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ കട്ടയായിട്ട് എടുക്കണോണ്ട് ഇത് എന്തോരം കൂടുതലാണോ കുറവാണോ അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് അളവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് അലിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇടാം. വെളിച്ചെണ്ണ ഏകദേശം ആയി തുടങ്ങിയിട്ടാ. ഇത് വേണ്ട ഫുൾ അലിഞ്ഞപ്പോൾ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ പോലെ ആവും ഇത്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് 4-ലിട്ടോ. ഇത് നമ്മളപ്പോൾ അടുത്തത് ഇത് റോസ്മേരി ഇടണം കേട്ടോ.
കുറച്ചോ തീ കുറച്ചോ. കുറച്ച് ഉലുവയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ റോസ്മേരി അധികം അങ്ങോട്ട് കിടന്നിട്ട് എന്താ പറയുക കരിയണ്ട. നമ്മൾ വേപ്പില നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണ പോലെ ഇതാവണ്ട. അതെനിക്കറിയാം. ഭയങ്കരമായിട്ട് ഇളക്കണ്ടെന്നോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ റോസ്മേരി സെറൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ ഇത് ജസ്റ്റ് ഒരു വാട്ടറിൽ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഹെയർ സ്പ്രേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഹെയർ. അപ്പോൾ നമുക്കത് ഒരു ഹെയർ സെറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലതാണ് റോസ്മേരി. അപ്പോൾ റോസ്മേരി ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതിപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ ചോറുണ്ട്. ഭയങ്കരമായിട്ട് തിളച്ച് എന്താ പറയുക, നമ്മൾ ഇത് കറക്റ്റായോ എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ അയല്ല എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കി വെക്കുമ്പോൾ ഒരു മുരുമുരുപ്പ് വരില്ലേ. അപ്പോൾ റോസ്മേരി അത്രയും ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ ചുവന്നുള്ളി, വേപ്പില അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമ്മളത് ഇത് കറക്റ്റായോ എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ മുരുമുരു പോലെ വരും. നമ്മൾ കയ്യിലിട്ട് അതിങ്ങനെ ഒന്ന് ഞെരടുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പാകം നോക്കാം എന്നാണ് എൻ്റെ അറിവ്. ഞാനങ്ങനെ ചെയ്യാറ്. പിന്നെ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആക്കണ മുന്നേ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ റോസ്മേരി നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റണ സാധനമാണ്. നമുക്ക് ഹെയർ സെറായിട്ടായാലും അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ മുരിഞ്ഞ് ഇതാവണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ തീയിലാണ് ഇട്ടിരിക്കണം. കാരണം ഇതുമ്പോൾ ഇങ്ങനത്തെ ഗ്യാസുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ചൂടിൽ വരും. തീയല്ല മറ്റേ കറണ്ടിലായതുകൊണ്ട്. അപ്പോൾ അത് ഇവിടെ 3-ലാണ് ഞങ്ങൾ എന്ത് ചെയ്യാ. ചോറ് തിന്നാ പറഞ്ഞേ. തിന്നാണ്. ആണോ? അല്ല, ആണ്. നമ്മുടെ വീട്ടിൽ ചോറുണ്ണാണ് കേട്ടാ. അമ്മ സെയിം. വെളിച്ചെണ്ണത് ചൂടാവണ ആ സമയത്ത് ഞാനും ചോറുണ്ണാൻ അവൻ്റെ കൂടെ ഇരിക്കായിരുന്നേ. അതാണ് അമ്മ സെയിം. ആരാ വെളിച്ചെണ്ണ ഉണ്ടാക്കണേ? അമ്മ ആൻഡ് അപ്പൊ അച്ഛമ്മയോ? ഹെയർ. അച്ഛമ്മ അച്ഛല്ല, അച്ഛമ്മ. നോ, അച്ഛമ്മ. എന്തിനാ അത്രയും പറയണേ? പറഞ്ഞ അച്ഛമ്മ. ഞാൻ മിഠായിയാ ബാഗിലാ? നാളെ സ്കൂൾ ഓർക്കാണേ ഞങ്ങക്ക്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം മിഠായി ഇല്ലല്ലോ. ഇല്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂൾ ബാഗ് അല്ലേ ശിവ? ഫ്ലെക്നി പ്രൈമറി സ്കൂൾ. ഇതിലെത്ര ബുക്കുണ്ട്? 2 സ്റ്റോറി ബുക്ക്, അല്ല 1 ബുക്ക്, 1 ഡയറി. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ പതുക്കെ. അപ്പം നമ്മൾ അത് സെറ്റായി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറുമ്പോൾ നമ്മളത് അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ടുള്ള കൊറ്റനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മേത്തൊക്കെ തേക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നാട്ടിൽ വെച്ചിട്ട് നമ്മളത് അരിച്ചെടുത്തിട്ട് ആ കൊറ്റൻ ഒരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് വല്ലപ്പോഴും ഇതുപോലെ മേത്ത് ഒരു സ്ക്രബായിട്ടും നമുക്ക് മേത്ത് കുറച്ച് നേരം തേക്കാനൊക്കെ ആയിട്ട് എടുക്കാം. അങ്ങനെ വെറുതെ കളയണ്ടല്ലോ. ആ കൊറ്റനുള്ളിലുണ്ടാവും കുറച്ച് ഓയിൽ. നമ്മൾ ഇപ്പം അരിച്ചെടുക്കുന്ന ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് കിട്ടില്ല. ബാക്കി അതുമ്പോൾ തന്നെ ഉണ്ടാവും. എന്നിട്ട് അറിയാത്തേ അവിടെ പോയി സിറ്റ് ഓൺ ചെയ്തോ. നമ്മൾ 1 മിനിറ്റ് ഇത് ഇവിടെ വീണ അരിക്കാൻ പോണത് കണ്ടോ. എപ്പോഴും നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രം എടുത്തിരിക്കണത് അത് വേറെ ഒന്നും ഉണ്ടല്ലോ. ഒരുപാട് നേരം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുക്കുമല്ലോ. അപ്പം തണുക്കുമ്പോൾ നമുക്ക് അരിക്കുമ്പോൾ വളരെ കുറേ കിട്ടുള്ളൂ. അതിൽ ഓൾറെഡി അത് കട്ട പിടിച്ച് തുടങ്ങും.
അപ്പം നമ്മൾ വിചാരിച്ചു ഭയങ്കരമായിട്ട് തണുക്കണതിന് മുന്നേ ഒരു നേരിയ ചൂട്ടോടെയോ അരിക്കാം എന്ന് വിചാരിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് നല്ലോണം ചൂട് ആറിയിട്ട് അരിച്ച് നമ്മളൊരു എപ്പോഴും ഒരു ചില്ല് പാത്രത്തേക്ക് മാറ്റണതാണ് ഏറ്റവും നല്ലത്. നമ്മളിത് വേഗം കട്ടയാവണതിന് മുന്നേ അരിക്കണത്, അല്ലെങ്കിൽ അതിലേക്ക് ആ കൊറ്റയിലേക്ക് കുറേ ഓയിൽ പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അരിച്ച് തേങ്ങടാക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെ കുലുക്കി എടുക്കരുത്. പിന്നെ എന്താ പറയുക, ചില്ല് പാത്രത്തിൽ ബൗളിൽ വെക്കണം, അതൊക്കെയാണ് നല്ലത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചില്ല് പാത്രം നമുക്ക് ഇത് കൊള്ളണ രീതിയിലുള്ളത് ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ വെക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഇത് മറ്റു പറഞ്ഞ കട്ട പോലെയല്ലേ ഇരിക്കണം, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാട്ടി തന്നില്ലേ, അതേപോലെ ഇരിക്കുക. അപ്പോൾ പിന്നെ നമുക്കതിങ്ങനെ ഓരോ കഷ്ണമായിട്ടാണ് എടുക്കണ്ടേ. അത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ അതങ്ങോട്ട് എന്താ പറയുക, ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവുക, കുലുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കേടാവാണ്ടിരിക്കും എന്തായാലും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണത് അങ്ങനെ പെട്ടെന്ന് കേടാവുന്നല്ല പറഞ്ഞത്. നമ്മളൊരു കുപ്പിയിൽ ഇതൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഒഴിക്കാൻ ചരിക്കും, പിന്നെ ഇങ്ങനെയാക്കും, അങ്ങനെയൊക്കെ ആവുമല്ലോ. ഇത് നല്ല കട്ടയായിട്ട് ഇരിക്കുമ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഇലകളൊക്കെ മിക്സ് ആയതുകൊണ്ട് പക്ക അതേപോലെ കട്ടയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആക്കി കഴിഞ്ഞിട്ട് നാളേക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാവുമെന്ന് കാട്ടിത്തരാം. എന്നാലും ഏകദേശം ആവും തോന്നുന്നു എനിക്ക്. ആവാണ്ടിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഓരോ കഷ്ണം പോലെയാണ് എടുക്കുക. അപ്പം നമ്മളത് ഇങ്ങനെ മിക്സ് ആവുകയോ അങ്ങനത്തെ ഇതൊന്നും വരില്ല. പിന്നെ നമുക്ക് അപ്പോൾ ആ ടീസ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ബൗള് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ വെക്കാം. പിന്നെ എപ്പോഴും എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യണ കയ്യിൽ പാത്രം അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ എവിടെ തണവുള്ള സ്ഥലത്തായാലും തണവില്ലാത്ത സ്ഥലത്തായാലും എവിടെയായാലും എണ്ണ കാച്ചുമ്പോൾ, അതിപ്പോൾ ഈ സംഭവങ്ങളെന്നല്ല, നമ്മൾ വീട്ടിൽ എന്ത് സാധനങ്ങൾ വെച്ച് എണ്ണ കാച്ചുമ്പോഴും ആ പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓ, നമ്മുടെ ഓയിലിൻ്റെ കളർ ഇതാണ്. നല്ല മണാട്ട വരുന്നത്. ഇപ്പം നമ്മൾ ഏത് സാധനം ഇട്ട് വെളിച്ചെണ്ണ കാച്ചാലും ഒരു പ്രത്യേക മണമായിരിക്കും. വെളിച്ചെണ്ണ കാച്ചണതിൻ്റെ മണം അടിപൊളിയാണല്ലോ. നമ്മളിപ്പോൾ ഇത് മിക്സിയിലിട്ട് കൊറ്റൻ അടിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊന്ന് കൈകൊണ്ട് ഞെരടി കഴിഞ്ഞാൽ അതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരും. ക്രിസ്പി ആയിട്ട് ഇരിക്കണോണ്ട് അതിങ്ങനെ പൊടിഞ്ഞിടാവും. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ കാച്ചിയതിൻ്റെ ഫൈനൽ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളിങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ അത് കട്ടയാവുന്നു. നോർമലി ഫസ്റ്റ് നമ്മൾ ഇട്ട വെളിച്ചെണ്ണയില്ലേ, കഷ്ണം അത് ഇവിടെ നിന്ന് ഈ ഒരു ഇത്തിരി കഷ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കണത്. ഇങ്ങനെ ഇരിക്കും വെളിച്ചെണ്ണ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇവിടെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തണവ് കാരണമാണ് കേട്ടോ അങ്ങനെ കട്ടയായിട്ടിരിക്കണേ. ഓക്കെ, പക്ഷേ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓട്ടകളൊക്കെ വന്നിരിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗി കൊണ്ടിരിക്കണതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അമ്മ ജോബിന് പോവും. അപ്പം ആര് മുടി കെട്ടിത്തരും? പൊട്ടൂരി കളപന്ന ശിവയുടെ തലയിൽ നമുക്ക് ഈ പുതിയ വെളിച്ചെണ്ണ തേക്കണ്ടേ? എന്നാ തേക്കണ്ടേ? നാളെ ഇപ്പൊ സ്കൂളിൽ പോണില്ലേ? എന്ത് കഴിഞ്ഞിട്ട്? ഫിഷ് അല്ല, വിഷു. ശിവന്നോണ പറയോ? ഇല്ല. അപ്പൊ എന്തിനാ എല്ലാം തന്നുവാ ചെയ്തേന്ന് പറയണേ? ശിവയുടെ ഹെയർ നോക്കട്ടെ. ശിവയുടെ ഹെയറിന്റെ കളർ എന്തിട്ടാ? നോട്ട് ബ്ലാക്ക്. ബ്ലാക്ക്. നാളെ സ്കൂളിൽ പോണ്ടേ?